ഒന്നുകിൽ ആശാന നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായിക്കാമോ എന്ന അഭ്യർത്ഥനയുമായി എത്തിയ വയോധികയുടെ ആയിരുന്നു കേന്ദ്രമന്ത്രിയുടെ അവസാനത്തെ പരാക്രമം. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനായിരുന്നു സുരേഷ് ഗോപി ആദ്യം നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രിയെ തിരക്കി എനിക്ക് പോകാൻ പറ്റുമോ എന്ന് വയോധിക ചോദിച്ചതും മന്ത്രിയുടെ ടോണങ്ങ് മാറി. എന്നാൽ എന്താ നെഞ്ചത്തോട്ടേക്ക് അങ്ങ് കയറിക്കോ എന്നായിരുന്നു പരിഹാസം. തൃശ്ശൂരങ്ങെടുക്കാനായി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇരകൾക്ക് വേണ്ടി 18 കിലോമീറ്റർ പദയാത്ര നടത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു താനെന്ന കാര്യമൊക്കെ ജയിച്ചു കയറി എംപിയും മന്ത്രിയുമൊക്കെ ആയതോടെ മൂപ്പരങ്ങ് മറന്ന മട്ടാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് MP ആയതിൽ പിന്നെ തിരിഞ്ഞു നോക്കാനില്ലെന്ന തൃശ്ശൂരുകാരുടെ പരാതി ഇല്ലാതാക്കാനും അൺപോപ്പുലറായ കേന്ദ്രമന്ത്രിയെ വീണ്ടും പോപ്പുലറാക്കി മുഖം രക്ഷിക്കാനുമുള്ള BJPയുടെ 18ാമത്തെ അടവായിരുന്നു കലുങ്ക് സൗഹൃദ സംവാദം. പക്ഷേ തൻ്റെ മുന്നിൽ ഒരു കഷ്ണം പേപ്പറിൽ ജീവിത പ്രശ്നങ്ങൾ അടയാളപ്പെടുത്തിയെത്തിയ ആ മനുഷ്യരെല്ലാം പരിഹസിച്ചും അപമാനിച്ചും അൺപോപ്പുലാരിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ ഇത് സംസ്ഥാന വിഷയമായിരിക്കാം. MPക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ടാകാം. ഒരു പൊതുപ്രവർത്തകനായ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും മന്ത്രിക്കുണ്ടായിരിക്കും. പക്ഷേ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യർ തങ്ങളുടെ പ്രശ്നങ്ങളുമായി വരുമ്പോൾ അതിനെ അങ്ങേയറ്റം പരിഹസിച്ചും അവഹേളിച്ചും സിനിമാ സ്റ്റൈലിൽ മാസ് ഡയലോഗ് അടിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. അത് സുരേഷ് ഗോപിക്ക് മനസ്സിലാകാത്തതിന് കാരണം അയാൾ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കമ്മീഷണർ സിനിമയിൽ ഭരത്ചന്ദ്രൻ IPSനുള്ള ചങ്കൂറ്റം തനിക്കുണ്ടെന്ന് അയാൾ ആവർത്തിച്ച് പുലമ്പുന്നത് അതുകൊണ്ടാണ്. തിരക്കഥാകൃത്ത് എഴുതിവെച്ച സംഭാഷണങ്ങൾ മനഃപ്പാടമാക്കി ആക്ഷനും കട്ടിനുമിടയിൽ കൃത്യമായ മോഡുലേഷനിൽ പറഞ്ഞ് സീൻ ഓക്കെയാക്കുന്നത് പോലെ എളുപ്പമല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് അയാൾക്ക് തിരിച്ചറിയാനാകാത്തതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തിയേറ്ററിൽ ജനങ്ങൾ കൈയടിക്കുന്നവരെ മാസ് ഡയലോഗുകൾ കലുങ്കിൽ വന്നിരുന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കൈയടി വാങ്ങിക്കൂട്ടാമെന്ന് അയാൾ തെറ്റിദ്ധരിക്കില്ലല്ലോ. പുള്ളിൽ നടന്ന കലുങ്കു സഭയിൽ കൊച്ചുവേലായുധന്റെ നിവേദനം നിരസിച്ചതിനെ കൈപ്പിഴയെന്നും എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നും വിശദീകരിക്കുവാൻ കേന്ദ്രമന്ത്രി ശ്രമിക്കുമ്പോഴും മന്ത്രിക്ക് നഷ്ടമാവുന്നത് ആ രാഷ്ട്രീയക്കാരൻ്റെ ബോഡി ലാംഗ്വേജാണ്. ജനപ്രിയ ടെലിവിഷൻ പരിപാടിയിലൂടെ കയ്യേന് സഹായിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ കണ്ട് ശീലിച്ച ജനങ്ങളാണ് മിനിസ്റ്റർ. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നിങ്ങളെത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് ജനങ്ങൾ ചിലത് പ്രതീക്ഷിച്ചു എന്ന തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് വാചക കസർത്തിലൂടെ അങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആരോപിച്ച പോലുള്ള രാഷ്ട്രീയ കളികളല്ല, യഥാർത്ഥ പരിഹാരങ്ങളാണ്. പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ളവരെ കാണുമ്പോൾ ജനങ്ങൾ പ്രശ്നങ്ങൾ പറയും, നിവേദനം നൽകും. തേഞ്ഞ ചെരുപ്പുമായി ജനങ്ങൾക്ക് നടുവിൽ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നത് ഓർക്കുന്നില്ലേ? പാർട്ടിയുടെ തീരുമാനമാണെങ്കിൽ കൂടി പാർട്ടി ഓഫീസ് വഴി നിവേദനം സമർപ്പിക്കാൻ പറയുകയല്ല, അത് കൈപ്പറ്റുക എന്നുള്ളത് ജനപ്രതിനിധിയുടെ പ്രാഥമിക മര്യാദ. എന്തു ചെയ്യാനാകുമെന്ന് തൻ്റെ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ മര്യാദ ഭൂഭൂരിപക്ഷം പേരും മറന്നുപോകാറുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചീറ്റുന്നത് എന്നോട് കൽപ്പിക്കാൻ നിങ്ങൾ ആര് എന്ന മാടമ്പിത്തരത്തിൻ്റെ ചീളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രി എന്ന ദാഷ്ട്യത്തോടെ അയാൾ പ്രതികരിക്കുന്നത്. 14 ജില്ലകളിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്ക് അവകാശമുണ്ട്, അതുപോലെ കടമയും. ആ തീഗോളം കെടുത്തുവാൻ ആരും ശ്രമിക്കുന്നില്ല. ആളിക്കത്തിക്കുന്നത് നിങ്ങളുടെ പ്രതികരണങ്ങളെയാണെന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. പരാതിയുമായി എത്തുന്ന ജനങ്ങളോട് സംസാരിക്കേണ്ട ഭാഷ പഠിക്കുവാൻ മേൽപ്പറഞ്ഞ രാഷ്ട്രീയക്കാരനാവേണ്ട ആവശ്യമില്ലെന്നത് മറ്റൊരു വശം. അതിന് സഹജീവി സ്നേഹമുള്ള ഒരു മനുഷ്യനായാൽ മാത്രം മതി. എന്തായാലും BJPക്ക് പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടി. കേരളത്തിലൊരു ലോക്സഭാ സീറ്റ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടെങ്കിലും പാർട്ടിക്ക് ബാധ്യതയും തലവേദനയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയുടെ ജനങ്ങൾക്ക് മേലുള്ള കുതിരകയറ്റം. എന്തിനിത് ചെയ്തു, എങ്ങനെ ചെയ്തു, തനിക്കിതിനെ സാഹചര്യം അറിയില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൈമലർത്തി കഴിഞ്ഞു. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ BJPയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ തൃശ്ശൂർക്കാരും ഒരുപോലെ തലയിൽ കൈവച്ചിരിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും BJP നേതൃത്വം ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു.
രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജഗോപാലിനെ സുരേഷ് ഗോപിക്ക് പരിചയപ്പെടുത്തുക. അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളോട് സൗമ്യമായി പെരുമാറിയിരുന്നതെന്ന് പഠിക്കാൻ പറയുക. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുന്നതായിരിക്കും പാർട്ടിയുടെ കേരളത്തിലെ ഭാവിക്ക് നല്ലത്.